നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. ഈ വ്യക്തി നിങ്ങളോട് കാണിച്ച ദേഷ്യം ഈ വ്യക്തിക്ക് തന്നെ ആപത്തായോ? നിങ്ങൾ ഈ വ്യക്തിയെ അകറ്റുമെന്ന് ഈ വ്യക്തി സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്, ഈ വ്യക്തിയും നിങ്ങളും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഈ വ്യക്തിയുടെ ഭാഗത്താണ് തെറ്റുകൾ സംഭവിച്ചിട്ടുള്ളതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വായന തുടക്കം മുതൽ അവസാനം വരെയും കാണാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളുമായി പിരിഞ്ഞിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങൾ നിശബ്ദമായി ഇരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ വ്യക്തിയുടെ പുറകെ പോകുന്നില്ല എങ്കിൽ ഉറപ്പായിട്ടും ഈ വ്യക്തിയുടെ മനോഭാവം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളിൽ പ്രകടമായി വരുന്നതായി ഈ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും നിങ്ങളിൽ വന്നിരിക്കുന്ന ഈ ഒരു മാറ്റത്തെ അംഗീകരിക്കുവാനോ അത് പോസിറ്റീവാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുവാനോ സാധിക്കുന്നില്ല. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു അടി കിട്ടിപ്പോകുന്നത് പോലെയാണ് ഈ വ്യക്തി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സ്വഭാവം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കിത് എന്തു പറ്റി? അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയുടെ പുറകെ യാതൊരു തരത്തിലുള്ള ആത്മാഭിമാനം അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാതെ പുറകെ പോയിരുന്നത് പോലെ ഇപ്പോഴും നിങ്ങൾ എന്തുകൊണ്ട് ഈ വ്യക്തിയുടെ പുറകെ പോകുന്നില്ല എന്നാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ, പുതുക്കിയെടുക്കാൻ പഠിച്ചോ? സ്വന്തം പ്രാധാന്യത്തിലും നിലപാടിലും മാത്രം നിൽക്കാൻ തുടങ്ങിയോ? സ്വന്തം അഭിപ്രായങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങിയോ? എന്നിങ്ങനെയുള്ള സംശയങ്ങളാണ്, അല്ലെങ്കിൽ ഒരുപാട് ചോദ്യങ്ങളാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിൽ വന്നിരിക്കുന്ന ഈ ഒരു മാറ്റം ഈ വ്യക്തിയെ നല്ല രീതിയിൽ തന്നെ ആശ്ചര്യപ്പെടുത്തുന്നുണ്ട്, പ്രതിസന്ധി ഘട്ടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുമുണ്ട്. ഇവിടെ നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തി മറ്റു പലവരുമായി ചർച്ച ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പൊ ചർച്ച ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ മാറ്റത്തെക്കുറിച്ചും ഇപ്പോൾ നിങ്ങളിൽ പ്രകടമായിട്ടുള്ള ഈ ഒരു സ്വഭാവ മാറ്റത്തെക്കുറിച്ചുമാണ് ഈ വ്യക്തി മറ്റുള്ളവരുമായി ചർച്ച ചെയ്യുന്നത്. ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. മനസ്സിന് യാതൊരു തരത്തിലുള്ള സമാധാനവും ലഭിക്കുന്നില്ല. വെറുതെ ഇരിക്കുകയാണെങ്കിൽ പോലും മനസ്സിലേക്ക് 1000 ചോദ്യങ്ങളാണ് കടന്നു കയറി വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ സമാധാനം നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ വേറെ പ്രണയബന്ധത്തിലേക്ക് പോയോ? മറ്റു പലവരും ആരെങ്കിലുമായി നിങ്ങൾ കമ്മിറ്റ്മെന്റിലേക്ക് ആയോ? മറ്റാർക്കെങ്കിലും നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? ഈ വ്യക്തിയെ മറന്നുപോയോ? ഉപേക്ഷിച്ചോ? എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും അതായത് ഏത് സാഹചര്യത്തിലും എൻ്റെ പുറകെ നിങ്ങൾ നടന്നോളും, അവൻ നടന്നോളും, അല്ലെങ്കിൽ അവൾ നടന്നോളും എന്നുള്ള ഒരു അഹങ്കാരപൂർണമായിട്ടുള്ള ഒരു സ്വഭാവ പ്രകൃതമാണ് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. അത് കൂടുതലും വളരെയധികം വിശ്വാസം, അത് അനാവശ്യമായിട്ടുള്ള ഒരു ആത്മവിശ്വാസമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അനാവശ്യമായിട്ടുള്ള ആത്മവിശ്വാസം ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഈ പ്രണയബന്ധത്തെ ഒരു നൂലാമാലകളിലേക്കും പരാജയത്തിലേക്കും കൊണ്ടുപോയി എത്തിച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ആർക്കേഞ്ചൽ ഗബ്രിയേൽ മാലാഖ നിങ്ങളുടെ പ്രാധാന്യത്തെ കുറിച്ച് ഈ വ്യക്തിക്ക് മുന്നിൽ വെളിപ്പെടുത്തി കൊടുക്കുന്നു. അതുമാത്രമല്ല, നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള നന്മ തിന്മകളും, അത് തിന്മകൾ വളരെയധികം കുറവാണ്, നന്മകളായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് ഒരു കാരണവശാലും ഈ വ്യക്തിക്ക് മനസ്സിൽ നിന്നും കളയുവാനോ മായ്ച്ചു കളയുവാനോ സാധിക്കുന്നില്ല. അത്രമേൽ നന്മയാണ് നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതും കരുതിയിട്ടുള്ളതും. നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടിരിക്കുന്ന രീതി പോലെ മറ്റാരും ഈ വ്യക്തിക്ക് പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്നുള്ളത് സത്യമായ കാര്യമാണ്. ഇവിടെ ഇപ്പോൾ ഈ വ്യക്തി
ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രണയബന്ധത്തിൽ. ആദ്യമൊക്കെ റിസ്ക് എന്ന് കേട്ടാൽ ഈ വ്യക്തിക്ക് ഭയമായിരുന്നു. സേഫ് ആയിട്ട് നിന്നുകൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ളൊരു മനോഭാവത്തിലാണ് ഈ വ്യക്തി പോയിക്കൊണ്ടിരുന്നത്. ഇത് ശരിയാവുകയാണെങ്കിൽ ശരിയായിക്കോട്ടെ. ഈ പ്രണയബന്ധത്തിൽ ഈ വ്യക്തി കഷ്ടപ്പാട് എടുത്തില്ലെങ്കിൽ പോലും നിങ്ങൾ എടുത്തോളും, നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ടോളും, കഷ്ടപ്പെട്ടോളും എന്നാണ് ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തിയുടെ മാത്രം ആവശ്യമായി മാറിയിരിക്കുകയാണ്. കാരണം നിങ്ങൾ ഈ വ്യക്തിയെ ഒട്ടും തന്നെ പ്രാധാന്യം കൊടുക്കുന്നില്ല. നിങ്ങളുടെ ഭാഗത്ത് ഒന്ന് ഓർത്തു കഴിഞ്ഞാൽ ന്യായം തന്നെയാണ്. നീതിയും ന്യായവും നിങ്ങൾക്ക് അനുകൂലമാണ്. ഇത്രയും കാലം നിങ്ങൾ ഈ വ്യക്തിയുടെ പുറകെ നടന്നതിനും നിങ്ങൾ അത്രയും തന്നെ സ്നേഹത്തോടെ ഈ വ്യക്തിയുടെ പുറകെ നടന്നിട്ടും ആരാധനകൾ കൊടുത്തിട്ടും വിശ്വസിച്ചിട്ടും അത്രയും ആത്മാർത്ഥത ചെയ്തിട്ടും ഈ വ്യക്തി യാതൊരു തരത്തിലുള്ള പ്രാധാന്യവും നിങ്ങൾക്ക് നൽകിയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് കേവലം വലിയൊരു അടി കിട്ടിയതുപോലെ തന്നെയാണ്. അതുമാത്രമല്ല, നിങ്ങൾ ഈ വ്യക്തിയെ വിളിച്ച് അല്ലെങ്കിൽ വഴക്കു പറയുകയാണെങ്കിൽ പോലും ഈ വ്യക്തിക്ക് അത്രയും സങ്കടം ഉണ്ടാവില്ല. പക്ഷെ നിശബ്ദത എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ ഹൃദയത്തെ തന്നെ കീറി മുറിച്ച് കളയുന്ന രീതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുമായി സംഭവിച്ചിട്ടുള്ള മോശപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊരു വാക്ക് തർക്കമാകാം, വഴക്കിടുന്നതാകാം, എന്നിങ്ങനെയുള്ള ഏത് സാഹചര്യവുമാകാം. ആ സാഹചര്യത്തിൽ ഈ വ്യക്തി ഉപയോഗിച്ചിട്ടുള്ള അതായത് ആ വാക്ക്, അതായത് ആ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളും മോശപ്പെട്ട സാഹചര്യങ്ങളും വാക്യങ്ങളും എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് ഈ പേഴ്സൺ ഓരോന്നോരോന്നായി എണ്ണി എണ്ണി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ വ്യക്തിക്ക് ഉറപ്പ് വരുത്തണം ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും തെറ്റുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. ഇനി അങ്ങനെ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള സമാധാനപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണമെന്നും ഈ വ്യക്തി താല്പര്യപ്പെടുന്നു. ഒരുപക്ഷെ ദേഷ്യം കയറിക്കഴിഞ്ഞാൽ ഈ വ്യക്തി എന്താണ് പറയുന്നത്, എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം. അത്തരം ഒരു സ്വഭാവമായിരിക്കാം ഈ വ്യക്തിക്ക് ഉണ്ടായിരിക്കുന്നത്. പക്ഷെങ്കിൽ പോലും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് ഈ വ്യക്തി സ്വയം പറഞ്ഞുകൊണ്ട് ആശ്വസിക്കുന്നു. സ്വന്തമായി ആശ്വസിപ്പിക്കുന്നത് ഈയിടെയായി വളരെയധികം വർദ്ധിച്ചു വന്നിരിക്കുന്നുണ്ട്. കാരണം ഈ വ്യക്തിക്ക് ടെൻഷൻ അടിക്കുവാൻ സാധിക്കുകയില്ല. അതൊട്ടും തന്നെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ആങ്സൈറ്റി, ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങൾ ഈ വ്യക്തിയെ കാർന്ന് തിന്നുവാൻ വേണ്ടി തയ്യാറായി നിൽക്കുമ്പോൾ പോലും ഈ വ്യക്തി അതിലേക്ക് കീഴടങ്ങുന്നില്ല. നിങ്ങൾക്ക് മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് നമസ്കരിച്ച് അല്ലെങ്കിൽ ഒരു ക്ഷമ ചോദിച്ച് അതിലൂടെ ഒരു സന്തോഷം കൊണ്ടുവരാനാണ് ഈ വ്യക്തി ശ്രമിക്കുന്നത്. ഈ വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ സോറി പറഞ്ഞു കഴിഞ്ഞാൽ, ക്ഷമ ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സ് അലിയുമെന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്കും ഈ വ്യക്തിക്കുമിടയിൽ ഏതാനും ചില അതിരുകൾ ഉണ്ടായിട്ടുണ്ടാകാം. അത് ഈ വ്യക്തി തന്നെ മുൻകൈ എടുത്ത് സൃഷ്ടിച്ചതും ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഇവിടെ ആ അതിരുകൾ എല്ലാം തന്നെ, ലിമിറ്റേഷൻസ് എല്ലാം തന്നെ ഈ വ്യക്തി എടുത്തു മാറ്റാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഇനിയും നിങ്ങളെ അകറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടേതായ ജീവിതം നോക്കി പോകുമെന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും മറ്റാർക്കും നിങ്ങളെ വിട്ടുകൊടുക്കുവാൻ തയ്യാറല്ല. നിങ്ങളെ ഈ വ്യക്തിക്ക് തന്നെ വേണം എന്നുള്ള വാശിയേറിയ ഒരു ചിന്താഗതിയോടെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇന്നത്തെ വായന എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. അതുപോലെ വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഹൈപ്പ് ചെയ്യുക, ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.